അസ്സലാമലൈക്കും, വെൽക്കം ടു വർക്ക് ആൻഡ് ലാഡിൽ. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ? നിങ്ങളൊക്കെ സേഫാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഓൺലൈൻ ക്ലാസ്സാണ്, കുട്ടികൾക്കൊക്കെ വീട്ടിലൊക്കെ പോക ഒരു ടൈമില്ല, ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളൊരു സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്നും ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിച്ചാൽ പോരല്ലോ, എന്നും ഫാസ്റ്റ് ഫുഡൊന്നും പോരല്ലോ. അപ്പോൾ നാടൻ ഭക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പീസ്, നാടൻ കറികളും നാടൻ അതായത് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡിന്നർ, അതുപോലെ തന്നെ ചെറിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. ഇന്ന് നമ്മളെ റെസിപ്പീസ് ഇതാണ് ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ കുമ്പളം അതാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് ചക്കക്കുരു, ജാക്ക് ഫ്രൂട്ട് സീഡ്, ചക്കക്കുരു, അപ്പോൾ അത് നന്നായിട്ട് തൊലി കളഞ്ഞ് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് കൂടുതലധികം വെള്ളം നിന്നോട്ടെ, നന്നായിട്ടൊന്ന് വെന്ത് പോയാൻ വേണ്ടിയിട്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നേരെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള, പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടി പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും പറയാനുള്ള ഒരൊറ്റ പരാതിയാണ്, തീരെ സമയമല്ല, അതുപോലെ തന്നെ എവിടേക്കും എത്തിക്കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പരിഹാരം പെട്ടെന്ന് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതിലേക്കൊരു അരപ്പ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഒരു 3 ചുവന്നുള്ളി, ഒരു 3 വെളുത്തുള്ളി, കുറച്ച് നല്ല ജീരകം, അത്രേ ആവശ്യമുള്ളൂ. 2 പച്ചമുളക്, ഒരു പച്ചമുളക് 2 പീസാക്കിയത് കേട്ടോ. ഇനി ചിരകി വെച്ച തേങ്ങ, 1/2 കപ്പ് തേങ്ങ ഉണ്ടാവും ഏകദേശം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമ്മളൊരു കടായിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി, അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടി വരല് തുടങ്ങിയിട്ടുണ്ട്. കുക്കറിത വിസിലടിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മൾ കറിവേപ്പില ഇട്ടു. സവാള, ഒരു 1/2 സവാളയാണ് എടുത്തത്. വലിയൊരു സവാള ആയിരുന്നു, അപ്പോൾ അതിൻ്റെ 1/2 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്തു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മറ്റേതൊക്കെ 1 ടീസ്പൂണാണ്, മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു തക്കാളി ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഒന്ന് കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യുന്നത് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി ഇത് ക്യാബേജാണ്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് നേരെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ഒരു മസാലകളും അതൊക്കെ ഈ ക്യാബേജിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുമിച്ച് എത്തണം. ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിരുന്നു. ഇപ്പോൾ ഇത് 1/2 വേവ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ചെറിയൊരു ഭാഗമാക്കി ഉണ്ടാക്കിയെടുക്കാം. ഒരു പാർട്ട് റെഡിയാക്കി എടുക്കാം. അതിലേക്കൊരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. 2 സെക്കൻഡ് അങ്ങനെ നിൽക്കട്ടെ. പെട്ടെന്ന് ഇളക്കിയാൽ മുട്ട ഇവിടെ പോയി എന്നൊന്നും കാണില്ല. അപ്പോൾ ചെറിയ പീസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സാവധാനം ഇളക്കിയാൽ മതി. ഇനി മുട്ട ഇളക്കി നമുക്ക് ഈ ക്യാബേജിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് എത്തിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്, അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളി ക്യാബേജ്.
നമ്മളെ കറിയും തന്നെ നന്നായിട്ട് വെന്ത് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയിട്ട് നന്നായിട്ട് പൊട്ടിച്ചിട്ട് മൂപ്പിച്ചെടുത്തിട്ട് കറിയിലേക്ക് നേരെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി കുമ്പളം ചക്കക്കുരു കറി. അപ്പോൾ അതും ഇവിടെ റെഡിയാണ്. പിന്നെ ഇതൊരു കനലാണ്, കരിക്കട്ടയാണ്. അതിങ്ങനെ വാങ്ങുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് ഒന്ന് ബേണാവാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ അതിന് പകരം ചാർക്കോളോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ചിരട്ടക്കരി ആയാലും മതി. അപ്പോൾ ഒരു ബൗളിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകം പൊടിച്ചത്, ഗരം മസാല, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂണ് സുർക്ക വിനെഗർ അതില്ലേ, അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൽ വെള്ളമൊന്നും ആവശ്യമില്ല. നമ്മൾ ചിക്കനിൽ തന്നെ ഓൾറെഡി കുറഞ്ഞൊരു നനവുണ്ടാകും. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മസാല നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് എത്തിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. കാരണം മസാലകളൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് എത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് നമുക്കൊരു അലുമിനിയം ഫോയിലോ അതല്ലെങ്കിൽ ഒരു പഴയ ഒരു സ്റ്റീൽ പാത്രമോ എന്തെങ്കിലും ഒന്ന് ഉള്ളിൽ വെച്ചിട്ട് അതിലേക്ക് നേരെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കണ്ണിൽ വെക്കുക. കുറച്ച് എണ്ണ ഒഴിക്കുക. അപ്പോൾ പുക വരും. നേരെ അടച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു അരമണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുകയൊക്കെ അടങ്ങി ഉപ്പും അതിൻ്റെ മസാലകളൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്യാം, പക്ഷേ അതിലേറെ ടേസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി ഓരോ പീസും നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണ്. ഇനി നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് റെഡിയാക്കുക. പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന, ഏതൊരാൾക്കും എങ്ങനെയും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ചെയ്യണത്. അപ്പോൾ മുട്ട ഫ്രിഡ്ജിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഓവന് വേണ്ട, അതുപോലെ തന്നെ ബീറ്റർ വേണ്ട, ചോക്ലേറ്റ് വേണ്ട, അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം വേണ്ട. ഇതൊന്നും ഇല്ലാതെ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ 3 മുട്ട നേരെ മിക്സിയിലേക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 50 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലാന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ 50 ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം മിക്സി. ഇനി ഒരു ബൗൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നുമില്ല. ഇതിലൊരു നല്ല ഡ്രൈ ആയിട്ടുള്ളതാണ്. ഇതിൽ ബട്ടറൊക്കെ ഒന്ന് തേച്ച് എല്ലാ ഭാഗത്തേക്കൊന്ന് എത്തിച്ചു കൊടുക്കാം.
ഇതിലാണ് നമ്മൾ ബേക്ക് ചെയ്യണത്. അതിന് ബേക്കിംഗ് ട്രേ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേക്കിംഗ് ട്രേയുടെയും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സാധാ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കറി ഒഴിക്കുന്ന ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്. ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കണതിൻ്റെ സ്കിപ്പായി പോയി എന്ന് തോന്നുന്നു. അപ്പോൾ 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ അത് പോരാ, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ അരിച്ചെടുക്കുന്നത് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ആ ഉപ്പ്, എല്ലാ വസ്തുക്കളും തമ്മിൽ എല്ലായിടത്തേക്കും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്, എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിവിടെ റെഡിയാണ്. ഇനി നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറേശ്ശെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ല തിക്ക് ബാറ്ററായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒന്നൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് എത്രയാണോ ലൂസ് ചെയ്യുന്നതനുസരിച്ച്, കൂടുതൽ ഒഴിക്കരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ ലൂസായി പോകും. അപ്പോൾ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. 2 ടേബിൾ സ്പൂൺ പാൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നേരെ നമ്മൾ ബേക്ക് ചെയ്യാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്യാം. എത്ര സമയം നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും സമയം ടാപ്പ് ചെയ്യുക. 10-20 തവണ അതുപോലെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അത് ഹോളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. നമ്മൾ ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടൊരു ചെമ്പ് അടുപ്പിൽ വെച്ചു. അതിൽ വെള്ളവും ചേർത്തിട്ടുണ്ട്. ഈ വെള്ളം തിളച്ച് ആവി വന്നിട്ട് വേണം, അപ്പോൾ അത് വറ്റാതിരിക്കാനുള്ളൊരു ക്രമത്തിൽ വേണം നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 35-40 മിനിറ്റ് ചിലപ്പോൾ എടുക്കും. അപ്പോൾ ആ സമയത്ത് വരെ കുറഞ്ഞ തീയിലാണ് ഇടുന്നത്. ആ സമയം വരെ വെക്കാനുള്ളൊരു വെള്ളം അതിൽ വേണം. ഇനി ചെറിയ ഹോൾ ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ അലുമിനിയം ഫോയിലിന്. അത് ആവി, അതിൻ്റെ ഉള്ളിൽ വരുന്ന ആവി ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ലൊരു അടപ്പ് വെച്ച് അടച്ചിട്ട് നമുക്ക് നേരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 25-30 മിനിറ്റ് വെക്കണം. അപ്പോൾ അതാ ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ട്. അതായത് അരമണിക്കൂറായി വെച്ചിട്ട്. ഒരു 25 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിരുന്നു. അപ്പോൾ ആയിട്ടില്ല. ജസ്റ്റ് പിന്നെ വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ ആയിട്ടില്ല. അപ്പോൾ ഞാനൊരു 5 മിനിറ്റും കൂടി വെച്ചതായിരുന്നു. അപ്പോൾ ഇതാ നന്നായിട്ട് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കുത്തിയത്. പപ്പട പോലെ വെച്ചിട്ടാണ് കേട്ടോ കുത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നന്നായിട്ട് തണുക്കട്ടെ. നന്നായി ചൂടാറിയതിൻ്റെ ശേഷം തന്നെ നമ്മൾ ഡിമോൾഡ് ചെയ്യുക. ഇല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗമൊക്കെ നേരെ ആ പാത്രത്തിൽ ഒട്ടിയൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. കറക്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, നമുക്ക് പുറത്തെടുക്കണം എന്നുണ്ടെങ്കിൽ ചൂടാറിയതിൻ്റെ ശേഷം മാത്രം എടുക്കാം. ഇനി ഇതിലേക്കുള്ള സോസ് റെഡിയാക്കാം. അപ്പോൾ ചെറിയ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര, കോക്കോ പൗഡർ, പാൽപ്പൊടി, കോൺഫ്ലവർ ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ കോക്കോ പൗഡറും 1/2 ടീസ്പൂൺ കോൺഫ്ലവറും അതുപോലെ തന്നെ 2 ടീസ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ കോൺഫ്ലവർ കൂടരുത് കേട്ടോ, അത് 1/2 ടീസ്പൂൺ തന്നെ മതി. മറ്റേതൊക്കെ കുഞ്ഞ് കൂടിയാലും വലിയ പ്രശ്നമില്ല, കോൺഫ്ലവർ അത് മതി. അതും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നോർമൽ വെള്ളം ഒഴിച്ചാൽ മതി. പാലുണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നേരെ അടുപ്പിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഒന്നൊന്ന് ടൈറ്റായി വരണം. നമുക്ക് എത്രയാണോ പാകം ആ ഒരു പാകത്തിൽ എത്തി വരണം. അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റായി വന്നിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ കേക്കിൽ ഒഴിച്ചാലൊന്നും ബാറ്ററൊന്നും സോസൊന്നും പുറത്തേക്ക് പോവില്ല, അങ്ങനെ ഒരു ടൈപ്പായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിന് മേലെ മറ്റൊരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഈ കമഴ്ത്തി വെച്ചതിൻ്റെ മുകളിലാണ് നമ്മൾ കേക്ക് മറ്റൊരു പാത്രത്തിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അഥവാ പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലൊന്നും ആവണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി സോസ് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കാം. പെട്ടെന്നുണ്ട് ചെയ്യാൻ, കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ലോക്ക്ഡൗണിൽ അതെല്ലാം ഈ ഒരു ടൈമിൽ നമ്മൾ ഹെവി ആയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ, കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റുന്ന ഒരു ടൈമല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ചെയ്തെടുക്കാനോ ഓലെ സംതൃപ്തരാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന സിമ്പിളൊരു ഐറ്റം ആയിട്ടാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്നുണ്ട് റെഡിയാക്കാൻ, നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ബേക്ക് ചെയ്യാനും അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാനും കഴിയാത്ത എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ ഒരു പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ വേണ്ടിയിട്ട് കുത്തി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാർക്ക് ഫാൻസി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും വെച്ച് കൊടുത്തു. ഇനി നേരെ ഫ്രിഡ്ജിലേക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉടനെ എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഓരോ റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തത് ഏതാണെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഐഡിയാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.